മലകളും പുഴകളും മലയാളികൾക്ക് എന്നും വളരെയേറെ ഇഷ്ടമാണ് അല്ലേ, വളരെയേറെ താല്പര്യമുള്ള കാര്യമാണ്. അതിനോടൊപ്പം കുറച്ച് കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലല്ലേ. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും മഞ്ഞും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യമുള്ള ലൊക്കേഷൻ നോക്കി ഓടി നടക്കുകയാണ്. ഞാനിപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വലിയ മലയുണ്ട്, പക്ഷേ ആ മല ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പകരം നിറയും കോടമഞ്ഞും വന്ന് മൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ എനിക്ക് ഇയാളെന്തായാലും അല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വല്ലതും പരിചയപ്പെടുത്താൻ പോവുകയാണോ എന്നുള്ള കാര്യം. പക്ഷേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന വീടാണ്. ഈ വീട് നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ വീടല്ലേ, ഒരു കുഞ്ഞു വീടല്ലേ എന്നുള്ള കാര്യം. പക്ഷേ ഇതൊരു സാധാരണ വീടല്ല, ഇതൊരു കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ മഴ പ്രത്യക്ഷപ്പെട്ടു. മഴ എന്ന് പറയുന്ന സമയത്ത് ചൂടായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളെ കാര്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന കാര്യം. ഇപ്പോൾ സൂര്യനെ കാണാൻ കിട്ടുന്നില്ല. മഴ ആ ഒരു കാര്യം അങ്ങ് അടക്കി പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രദേശത്ത് മഴ ഭയങ്കരമായിട്ടും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മഴയാണിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള നേരത്തെ പറഞ്ഞു കാഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു വീട് എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ഈ ഒരു വീടിൻ്റെ കാര്യം പറയാം. 1455 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഈ വീടിന് 2 വ്യൂകളുണ്ട്. ഒന്ന് ആ ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ, ആ വ്യൂ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം. ഇവിടെ ഇപ്പം റോഡാണ്. ഈ റോഡിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ നിന്നുള്ള വ്യൂ വരുമ്പോഴാണ് കൃത്യമായിട്ടും ഈ വീടിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് 2 ബോക്സുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ആദ്യത്തെ ഈ ഒരു ബോക്സ് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ. ആ സിറ്റ് ഔട്ട് നമുക്ക് ലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന് ഉള്ളിലായിട്ട് നല്ലൊരു പ്രൊഫൈൽ ലൈറ്റിനൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോക്സാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നല്ലൊരു ബോക്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ വീടിൻ്റെ അടുക്കളയാണ് ഈ ഒരു ഉൾഭാഗത്തായിട്ട് വരുന്നത്. അവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് കൊടുത്ത് ആ ഒരു ബ്രൗൺ ടെക്സ്ചറിനകത്ത് ലൈൻ വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ ഒരു എക്സോസ്റ്റ് ഫാനിൻ്റെ ഹോളുണ്ട്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതുവരെ മറച്ച് വളരെ മനോഹരമായ രീതിയിൽ എഞ്ചിനീയറിംഗ് സ്കിൽസൊക്കെ പക്കയായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഷെയ്ഡൊക്കെ നോക്കി ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കും അവലംബിക്കാവുന്നതാണ്. ആ ഭിത്തിയിലേക്ക് മഴവെള്ളം എത്താത്ത തരത്തിൽ തന്നെ ആ ഒരു ബോക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഷെയ്ഡായിട്ട് കൊടുത്തുകൊണ്ട് ആ ഒരു ബോക്സി ഡിസൈനെ കുറച്ച് ഭംഗിയാക്കി തന്നെയാണ് ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അവിടെയും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ബോക്സ് നിങ്ങൾ കണ്ടു. ഇനി രണ്ടാമത്തെ ബോക്സ് ഈ സൈഡിലല്ല, മറു സൈഡിലാണ്. അപ്പോൾ 2 ബോക്സുകളെ 2 വ്യത്യസ്ത ആംഗിളുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വീടിനുള്ളത്. പിന്നെ ഈ ഒരു ബോക്സ് ഡിസൈൻ്റെ ഭാഗം ഇവിടെ നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇവിടെ ഒരു ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഒരു ബോക്സ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗം കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഡിസൈൻ വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടത് ഒരു സൈഡിൽ നിന്നുള്ള ഒരു എലിവേഷനാണ് അല്ലെങ്കിൽ ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു മലയുടെ അടിവാര ഭാഗത്ത് നിന്നും അവിടെ നോക്കിയാൽ അവിടെ നിന്ന് റോഡാണ്. അവിടെ നിന്ന് വരുന്നവർ കാണുന്നത് ആദ്യം ഈ വീടിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഇത് മറ്റൊരു ബോക്സാണ്. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഇവിടെ ഒരു ബാൽക്കണി ഡിസൈനൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഒറ്റനില വീടിനകത്ത് ഒരു ബാൽക്കണി സ്പേസ് എന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ വീട് നല്ല ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റനില വീടിനകത്ത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ബാൽക്കണി സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭിത്തിക്ക് അവർ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട് വിൽക്കുവാനുള്ളതല്ല. അപ്പോൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ ഡിസൈനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഈ ഒരു വീടിൻ്റെ ഉൾഭാഗത്ത് നിന്നും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ചീന്തിയെടുക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്നിരിക്കാം. കാരണം ഒരുപാട് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഈ ഒരു വീട് പണിതിരിക്കുന്ന ബിൽഡറെയും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ആളുടെയും കോൺടാക്റ്റും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ കാഴ്ചകൾ ഇതാണ്. പക്ഷേ ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല റിസോർട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു വ്യൂ ആണ്. നോക്കിയേ,
കോടമഞ്ഞ് ഇങ്ങനെ സർവ്വസമയം ഇറങ്ങിക്കാം. നേരത്തെ കുറച്ച് മുമ്പ് മഴ വരുന്നതിന് മുമ്പ് ആ ഒരു വലിയ മലയും അതിൻ്റെ മുകളിലെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല, ഫുള്ളും കോട വന്ന് മറിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര വലിയൊരു ഇഷ്ടം തന്നെ കേട്ടോ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമാക്കണം എന്നുള്ള കാര്യം. നമ്മൾ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങളിലെ നമ്മൾ ഈ കണ്ട ഈ ഒരു ലുക്ക് തന്നെയാണ് എക്സ്റ്റീരിയറുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു വിൻഡോയും നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഒരു ഭാഗത്ത് അത് സത്യം പറഞ്ഞാൽ 3 പാളി ജനാലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് അവർ ആ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു മിററിനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം 2-way LED ലൈറ്റുകളും ചെറിയൊരു പർഗോള ഡിസൈൻ വർക്കുകളും ഒക്കെ ആ ഒരു സിറ്റൗട്ടിൻ്റെ ആ ഒരു ബോക്സ് ഡിസൈനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറിയാലോ. കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറാറില്ലേ എന്നുള്ള ചോദ്യം. ഈ വീട്ടിൽ ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക വീടുകളും പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകില്ല. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, പണികൾ തീർന്നു വരുന്നൊരു സ്റ്റേജ് ആയിരിക്കുള്ളൂ. നമ്മൾ മിക്കവാറുള്ള വീഡിയോകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അകത്ത് ചെറിയ ആണികളോ സ്ക്രൂകളോ മിക്കവാറും ഉള്ള സാധനങ്ങളെല്ലാം കാണാൻ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെരുപ്പിട്ട് കയറുന്നത്. പക്ഷേ ഈ വീട് അങ്ങനെയല്ല, ജസ്റ്റ് ആളുകൾ താമസം തുടങ്ങിയിട്ടുണ്ട്, പക്ക ക്ലീൻ ആയതാണ്. അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് അഴിച്ചിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് സിറ്റൗട്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സിറ്റൗട്ടിനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ചെരുപ്പുകളും ഷൂകളും ഒക്കെ വെക്കാനായിട്ട് അതിനൊരു സ്റ്റോറേജ് സ്പേസും ഒരു സിറ്റിംഗ് സ്പേസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷൂ ഒക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഷൂ ഇടാനായിട്ട് ഇരുന്ന് വേണം അത് ചെയ്യാനായിട്ട്. അതിനുള്ളൊരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓണറെ പരിചയപ്പെടണം, ഉള്ളിലേക്ക് കയറണം. നമുക്ക് ആളെ പരിചയപ്പെടാമല്ലോ, വാ. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ ഉടമസ്ഥനെ നമുക്ക് ആദ്യം പരിചയപ്പെടണം. കാരണം ഈ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് ആൾ എത്തിച്ചേർന്നത് എങ്ങനെയാണ്, അല്ലെ എങ്ങനെ ഈ ഒരു വീട് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ ആളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. നമസ്കാരം. അപ്പോൾ ഈ ഒരു മൈക്കൊന്ന് കൈ വെച്ചോ. ഓക്കെ ബ്രോ, പേര് പറഞ്ഞു. നമ്മൾ പരിചയപ്പെട്ടതാണ് എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട്. അൻസാരി ബ്രോ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയിൽ എന്താണ്? സഹസംവിധായകനാണ്. മിഥുൻ മാനുവലിന്റെയും ജോയി എന്ന് പറയുന്ന രണ്ടുപേരുടെ അവരുടെ കൂടെ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ് സിനിമയിൽ. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറെ ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറിക്കോട്ടെ? തീർച്ചയായിട്ടും. അപ്പോൾ പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ അകത്തും ഒരുപാട് സൗകര്യങ്ങൾ ഈ വീടിനകത്തുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇവരോട് നമുക്ക് ഈ വീടിന്റെ ബഡ്ജറ്റ് പറയണം. അപ്പോൾ ഈ വീടിന് നമുക്ക് മൊത്തം അയക്കുന്നത്, ഞാൻ നേരത്തെ 32.5 ലക്ഷം രൂപയാണ് നമുക്ക് വീടിന്റെ പണികൾക്ക് അയക്കുന്നത്. ബാക്കി മൊത്തത്തിൽ എത്ര ഫർണിച്ചേഴ്സ് ഒക്കെ അടക്കം നമുക്ക് എത്ര രൂപ ചെലവായിട്ടുണ്ട്? ഫർണിച്ചർ എല്ലാം അടക്കം നമുക്ക് ഏകദേശം ഒരു 34 ലക്ഷം രൂപ അത്രേ ആയിട്ടുള്ളൂ. അതിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഞാൻ നേരത്തെ 1455 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂംസ്, 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇനി വീടിന്റെ ഇന്റീരിയർ അകത്തളമൊക്കെ കാണിക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് സാധാരണ ഫ്രണ്ടിൽ നിന്നാണ് കുഞ്ഞു ഒരു ബോക്സ്, ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു ബോക്സ്. അപ്പോൾ കുറെ ബോക്സുകളുടെ ഡിസൈൻസ്. അതെ, ഇത് മൊത്തത്തിൽ ഒരു 3 ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ ഭാഗം ഒരു ബോക്സ് വരും, പിന്നെ അങ്ങോട്ട് വേറൊരു ബോക്സ് വരും, പിന്നെ ഇതൊരു വേറൊരു ബോക്സ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ 3-4 ബോക്സ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസൈനിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടെ? നമ്മളൊരു വീട് പണിയാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുപാട് പേരെ നമ്മളിങ്ങനെ തപ്പിയെടുത്തായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ BP ഡിസൈൻസ് എന്ന് പറയുന്ന BP സലീം ഉള്ളിലേക്ക് എത്തുന്നത്. അങ്ങനെ മൂപ്പരിയോട് വന്ന് സൈറ്റ് കണ്ടു. അന്ന് ഈ സൈറ്റ് ഇങ്ങനെയൊന്നും അല്ല കിടന്നത്, ഇതുപോലൊന്നും അല്ല, വലിയ പറമ്പായിരുന്നു. പിന്നെ മൂപ്പരുടെ ഐഡിയ എല്ലാം നമ്മോട് പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ, ഇപ്പൊ എന്റെയും വൈഫിന്റെ മനസ്സിൽ വേറൊരു വീടായിരുന്നു. അപ്പൊ നമ്മൾ ആ പാറ്റേൺ മൂപ്പരോട് പറഞ്ഞപ്പോഴത്തേക്ക് മൂപ്പര് പറഞ്ഞു, ഇത് വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡിസൈൻ നമുക്ക് തരാം, നിങ്ങളത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പര് ഈ ഡിസൈൻ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിൽ കണ്ടതിനേക്കാൾ ഒരുപാട് വളരെ മികച്ച ഡിസൈൻ ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യം, സെക്കൻഡ് ഓപ്ഷനിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. പിന്നെ മൂപ്പര് അങ്ങോട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ നോക്കി. ഇതിപ്പോ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളുടെ മൂപ്പറുടെ മാത്രം ഐഡിയ കേട്ടോ. നമുക്ക് ആകെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞതെന്നു വെച്ചാൽ, നമുക്ക് അധികം ഈ മറ്റേ മതിലൊന്നും ഇല്ലാണ്ട്, നമുക്ക് വ്യക്തികൾ വെച്ചുള്ള ഇല്ലാണ്ട്, നമുക്ക് എല്ലാം നല്ല ഓപ്പൺ ആയിരിക്കണം എന്നുള്ള ഈ ഒരു ഇത് മാത്രം നമ്മൾ പറഞ്ഞല്ല. ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നിടത്ത് മാത്രം ഒരു മറ വേണമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നല്ല ഓപ്പൺ ആണെന്ന് പറഞ്ഞു. ഇത്ര ഓപ്പൺ ആവുമ്പോൾ നമ്മൾ എന്തായാലും ഇവരൊക്കെ ഇപ്പൊ BP ഡിസൈൻസ് പറയുമ്പോൾ BP സെല്ലിംഗ് ആളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഭയങ്കര റീച്ച് ഉള്ള ചാനലാണ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ അല്ലേ. അപ്പോ ഞാൻ ആളെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആളുടെ ലിങ്കുകളൊക്കെ കൊടുത്തേക്കാം.
കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവർ ഒരുപാട് ഡിസൈൻസ് വീടുകളും മറ്റേ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ അതുകൂടെ പറയാം. അല്ല, അപ്പോൾ ഞാൻ ഇതേവണക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ല യൂട്യൂബിൽ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഞാൻ വന്നൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു. പുള്ളി ഒരിതും പറയാതെ തന്നെ അന്നേരം പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യത്തെ പോയി എടുത്തോളൂ. മറ്റേ ചില ആളുകളും ഞങ്ങളുടെ പ്രോജക്റ്റ് അങ്ങനെ എടുക്കേണ്ടതില്ല, ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നേ പറയാറുള്ളൂ. പക്ഷേ പുള്ളി അങ്ങനെയല്ല, അന്നേരം ഓൺ ദ സ്പോട്ട് തന്നെ പറഞ്ഞു ഡിബിൻ ധൈര്യത്തെ വെക്കോളൂ, അവിടെ പോയി വീഡിയോ എടുത്തോളൂ, ഓണറെ നമ്പർ തരാം. ഓൺ ദ സ്പോട്ട് പുള്ളിയുടെ നമ്പറൊക്കെ എനിക്ക് തന്നു. ഞാൻ അങ്ങനെ പുള്ളിയെ വിളിച്ച് ചോദിച്ചു, അങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതാണ് ഡൈനിങ് ഏരിയ അധികം കാണിക്കാം. അപ്പോൾ ഡൈനിങ് ഏരിയ വളരെ സ്പേഷ്യസ്, അതിനൊപ്പം തന്നെ ഓപ്പൺ കിച്ചൺ അതും കൂടെ കൊടുത്തിരിക്കുകയാണ്. ഈ ഫർണിച്ചേഴ്സ് എല്ലാം കൂടെ നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റിനുള്ളൂ. എനിക്ക് നിങ്ങളുടെ ഏരിയ ആയതുകൊണ്ടായിരിക്കും. അല്ല അങ്ങനെയല്ല, ഇത് ഈ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ ഡിസൈൻ പുള്ളി തന്നെ കൊണ്ടുവന്നേ. ബിപി സലീം തന്നെ കൊണ്ടുവന്നാണ് എല്ലാ കാര്യങ്ങളും. കാരണം നമ്മൾ ഇവിടെ അന്വേഷിച്ചതിനേക്കാൾ നമുക്ക് ഇത് ഇവിടെ അന്വേഷിച്ച് നോക്കി എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ മേടിച്ചതിനേക്കാൾ ഒരു 6000-7000 കൂടുതലായിരുന്നു ഇവിടെ പറഞ്ഞത്. പക്ഷെ മൂപ്പർ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ ഒരു സെറ്റ് അടക്കം നമ്മൾ പോലും ചിന്തിക്കാത്ത റേറ്റിൽ നമുക്ക് ഇത് കിട്ടിയത് തന്നെ വിത്ത് വാറന്റിയിൽ കിട്ടിയേക്കുന്നത് നമുക്ക്. അതെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ അവിടെ നിന്ന്. അപ്പൊ നമ്മുടെ ഈ സോഫ ആണെങ്കിൽ പോലും എല്ലാം മൂപ്പർ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്ത് മൂപ്പർ തന്നെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം പുള്ളി അവിടെ നിന്ന് സെറ്റ് ആക്കി. അതെ 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 അതെ. അങ്ങനെ സീലിംഗ് ഒക്കെ വളരെ സിമ്പിൾ. ജിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ജിപ്സ് ഇല്ലാണ്ട് തന്നെ ചെയ്തേക്കുന്നത്. ജിപ്സ് ചെയ്തിട്ട് അതെ അതെ പ്രൊഫൈൽ ലൈറ്റുകൾ വെച്ചേക്കാം. ഇവരുടെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയുന്നതാണ് ഈ പ്രൊഫൈൽ ലൈറ്റുകൾ എന്ന് പറയുന്നത്. അത് അങ്ങനെ അതെ, നമ്മൾ വീടിന്റെ ടോട്ടൽ ഭംഗി തന്നെ മാറി വരുമല്ലോ ഇത് ഇട്ട് കഴിയുമ്പോഴേ. മുറിയിലോർന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും. എല്ലാം മൂപ്പറുടെ ഐഡിയ തന്നെയാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു, മൂപ്പർ അതിന്റെ മുകളിൽ കാര്യങ്ങൾ കണ്ട് ചെയ്തു തന്നു മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടേക്ക് നോക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായി കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ കുട്ടിയുടെ ആട്ടോ കളിപ്പാട്ടം, ഓട്ടോറിക്ഷ സാധനങ്ങൾ ഫുഡാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ. ഈ കിച്ചൺ കൂടാതെ തന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഫേബറിൻ്റെ സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് എന്താ പ്രഷർ പമ്പ് വെച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഫോഴ്സ് കിട്ടുന്നുണ്ടല്ലേ? അത്യാവശ്യം ഫോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യം പ്രഷർ പമ്പിൽ ആലോചിച്ചാണ്, പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അങ്ങനെ വലിയ ഉപയോഗം നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. നമ്മളെല്ലാം അടുക്കളയിൽ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ അവർ ഇൻക്ലൂഡ് ആയിട്ട് കൊണ്ടു തന്ന സാധനങ്ങളാട്ടോ. ഇതിൽ അവര് തന്നെ നമുക്ക് ചെയ്തു തന്നതാ. ശരി, നമ്മളിത് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. സെലിമൊക്കെ പറഞ്ഞ് ഇരുന്നോട്ടെ, ഇത് ഇരിക്കട്ടെ, അതൊരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ്. കാരണം നമ്മൾ ഉപയോഗിക്കും സാധാരണ നമ്മളൊക്കെ ഒരു വളരെ സാധാരണക്കാരായോണ്ട് ഇങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ പറഞ്ഞാലും നമ്മൾക്കൊന്നും അത്ര കണക്ട് ആവൂല. അപ്പൊ നമുക്ക് കഴുകാനുള്ള സ്പേസ് ഒക്കെ അപ്പുറം ഉണ്ട്. അപ്പോൾ മൂപ്പരെ പറഞ്ഞു ഇത് ഇരുന്നോട്ടെ, ഇതും കൂടെ ഇരുന്ന ഇത് വേറെ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മൂപ്പരെ തന്നെ ചെയ്തേക്കുന്ന. അതെ അതെ അതെ, അതിപ്പോ അങ്ങനെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതല്ല, പിന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ മനോഹരമായിരിക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ വെച്ചേക്ക് ഇത് നമ്മളോട് പറഞ്ഞായിരുന്നു. ഇന്റീരിയർ മേടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഈ സാധനമൊക്കെ എറണാകുളത്ത് കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത കടയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എന്താണോ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റുള്ള സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് മേടിച്ച് വെച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. അതെ അതെ, പക്ഷെ അത് കൊള്ളാം സാധനം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ DBയുടെ സ്ഥാനം. DB എല്ലായിടത്തും ഇപ്പം കാണുന്ന പോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മൂപ്പരുടെ പ്ലാനിങ് ആയിരുന്നു. ഇങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിനും കൂടെ കൊള്ളൂലോ എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര ചെയ്തിരിക്കുന്ന പരിപാടി. ഈ ഒരു ഡിസൈനും ഒക്കെ നല്ല രസമുണ്ട്. ഏറ്റവും ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വാളും ഈ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും ആദ്യം വന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതൊരു ട്രയാങ്കിൾ സ്പേസ് ആണ്. അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫാമിലി ടൈം ഞങ്ങൾ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെ. ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നതും ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും നമ്മളുടെ ഒരു അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ അതെ, നല്ല വെട്ടം കിട്ടും. നല്ല ഈ ലൈറ്റ് കിടത്തിയാൽ പോലും നല്ല വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട്. മഴ പെയ്യുന്നത് കൃത്യമായിട്ട് അതെ അതെ, അറിയാം. നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മഴ വരുന്നത് പല രീതിയിലേ. ആ ബബിളിനകത്ത് മഴ പെയ്യാന്ന് പറയുന്ന ഒരു ചെറിയ ഗ്ലാസ് ക്യൂബ്സിനകത്ത് പെയ്യുന്ന കറക്റ്റ് കാണാൻ. പിന്നെ വാഷ് ബേസിൻ സാധാരണ ഒരിടത്തും കൊടുക്കാത്തൊരു ഡിസൈൻ, ആ ഒരു കോർണറിൽ. പക്ഷെ എങ്കിൽ നമുക്ക് നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ അതിന്റെ അടിയിൽ നമ്മൾ ഇൻവെർട്ടർ വെച്ചു. അപ്പൊ നമുക്ക് അതിന്റെ അടി ആ സ്ഥലം നമ്മൾ അങ്ങനെ കൂടെ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം പോലും വെറുതെ ഇല്ലല്ലോ. എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഉൾപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് ഉപരി ചെയ്തത്. നല്ല രീതി. ഇനി എനിക്ക് ഇവിടുത്തെ വേറൊരു കാര്യം ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ബെഡ്റൂം ആണ്. നമുക്ക് ബെഡ്റൂമിലേക്ക് അറിയാലോ. തീർച്ചയായിട്ടും. അപ്പോൾ ബെഡ്റൂമിലേക്ക് കയറുന്ന ഇവിടെ നിന്നാണ് 3 റൂമുകളിലേക്കുള്ള ആക്സസ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 3 റൂമുകളിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവര് അവരുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം.
ഈ ബെഡ്റൂമിനാണ് നമ്മൾ പുറമേ നിന്ന് കണ്ടപ്പോൾ ബാൽക്കണിയൊക്കെ കണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ലൈറ്റുകൾ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടേക്കാം. ആ അപ്പോൾ ഇതാ നല്ല വലിയ ഫാമിലി കൂട്ട് കട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. എ സി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ എ സിയുടെ കാര്യമില്ല. നമ്മൾ നേരത്തെ പുറത്ത് കോടവഞ്ഞൊക്കെ കണ്ടതാ. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ബാൽക്കണി ഉണ്ട്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും സാധാരണ ഒറ്റ നില വീടുകളിലൊന്നും ബാൽക്കണി കൺസെപ്റ്റ് ഇല്ല. പക്ഷെ ബാൽക്കണിയിൽ ഇറങ്ങിയാലും ഒന്നും കാണാനില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ പോയിന്ന് കണ്ടു നോക്കി ഈ ബാൽക്കണി എന്നുള്ള കാഴ്ച. ഇത് ഉഗ്രം കാഴ്ച തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ബാൽക്കണി അനിവാര്യമാണെന്നുള്ള കാര്യം ഇവിടെ നിന്നാണ്. സത്യം പറഞ്ഞാൽ മലയൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമ്മൾ നേരത്തെ വന്നപ്പോൾ അവിടെ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ടാണെന്നല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ചാറ്റ മഴ ആയത് ഫുള്ള് കോടമഞ്ഞായിരിക്കും. ഭയങ്കര രസം കാഴ്ച. നല്ല രസം ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. അപ്പോൾ 3 സ്പേഷ്യസ് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇതേപോലെ തന്നെ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ഉള്ളത്. ഇനി നമുക്ക് ഈ വീട്ടിൽ പരിചയപ്പെടേണ്ടത് ഗ്രഹനാഥനെ കണ്ടു. ഗ്രഹനാഥയെ കാണണ്ടേ? നമുക്ക് ആളെ കൂടെ ആളെ വിളിക്കട്ടെ. ആള് കുട്ടികളുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ഞങ്ങളൊരു മുറിക്കകത്തൊരു ആളെ അടച്ചു വെച്ചേക്കാം. അതിന്റെ ആളെ പുറത്തിറക്കണം. അപ്പാ ഇനി നമുക്ക് പരിചയപ്പെടേണ്ട ആള് ഇതാണ്. പേര് പറഞ്ഞു. ഡിൻഡു. എന്ത് ചെയ്യുന്നു? ഞാൻ തൊടുപുഴയിലെ ഡിൻഡു അൻസാരി മേക്ക് ഓവർ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുകയാണ്. മേക്ക് ഓവർ സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. ഈ തൊടുപുഴയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തൊടുപുഴക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ പോകണോ താല്പര്യമുണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ ആശ്രമത്തിന്റെ നേരെ അപ്പോൾ നേരെ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഡിബ്യൂട്ട് എടുത്താണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞങ്ങൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ പ്ലാൻ എന്നല്ല പുള്ളിയുടെ പ്ലാനിലേക്ക് വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്രഹനാഥ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ കുറെ റീൽസും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അരിച്ചു പറക്കിയിട്ടുണ്ടാവും വീഡിയോ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നത്. സംതൃപ്തയാണ്? സംതൃപ്തിയാണ്, 100% സംതൃപ്തിയാണ്. ഞങ്ങള് വിചാരിച്ചതിലും അധികം അതായത് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങള് ചെറിയ രീതിയിലുള്ളൊരു പ്ലാനാ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പുള്ളി അതിന് മനോഹരമാക്കി ഞങ്ങൾക്ക് തന്നെ. എനിക്കിത് കണ്ടപ്പോൾ വളരെ വ്യത്യസ്തത തോന്നി. കാരണം പുറമേ നോക്കിയപ്പോഴും അകവേന്ന് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വീടുകൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കാണുമ്പോൾ ഒരു വ്യത്യസ്തത നമുക്ക് ആദ്യം തോന്നിയിരുന്നു. അത് ഇവിടെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും രണ്ടുപേർക്കും ആ ഒരു വ്യത്യസ്തത ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ BP സലീമിനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. കുട്ടി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. 2 പേരാണ് മക്കള്. ഒരാള് ഫോൺ കാണുന്നതിന്റെ തിരക്കിലാണ്, അടുത്ത ആള് കരയുന്നതിന്റെ തിരക്കിലും. അപ്പോ ഇനി നമുക്ക് ഇവിടെ വേറെ 2 പേരൂടെ ഉണ്ട് അല്ലെ? അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അവരപ്പുറത്താണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി പ്രൈസിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കുട്ടി ബഹളം വെച്ച കാരണമാണ് കേട്ടോ ആള് മാറിയത്, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ നമുക്ക് സലീമൊക്കെ ആളുകൾക്ക് വേണ്ടി റെഫർ ചെയ്യാൻ പറ്റില്ല നമുക്ക്? തീർച്ചയായിട്ടും 100%. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂപ്പരെ ഒന്ന് വിളിച്ചു നോക്ക്, മൂപ്പരോട് സംസാരിച്ച് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ ഐഡിയ മൂപ്പരോട് ഒന്ന് ഷെയർ ചെയ്ത് നോക്ക്. അത്ര മാത്രമേ ഉള്ളൂ. അവിടം വരെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഐഡിയ മൂപ്പരോടൊന്ന് പറഞ്ഞു നോക്ക്, മൂപ്പർ എന്നാ പറയണമെന്ന് കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം അതിപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ വേറെ 1-2 പേരെ ആദ്യം നോക്കിയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് പണിയാം. അതല്ലാണ്ട് അവരുടെ ഐഡിയ ഒന്നും ആയിട്ടൊന്നുമല്ല പറയണേ. പക്ഷേ ഈ സലീമക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പം വെറുതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പെയ്ഡ് പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. മൂപ്പർ അടിപൊളിയാണ്. മൂപ്പർ എല്ലാം കൊണ്ടും കേട്ടോ. മൂപ്പർ നമ്മളുള്ള ഡീലിംഗ് ആണെങ്കിലും ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കയറി താമസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെയിൻറ്റിൻ്റെ അങ്ങിങ്ങാട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ക്രാക്ക് വീണായിരുന്നു. ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞുള്ളൂ. അവിടെ നിന്നൊരു ടീം വന്ന് 2-3 ദിവസം ഇവിടെ താമസിച്ച് അവർ ആ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അവർ പോയത്. അല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ ഇപ്പം ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിപ്പം ഡ്രോൺ നമുക്കിവിടെ മഴയുണ്ട്, നമുക്ക് ഫുട്ടേജ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എനിക്ക് ഇതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തി ഡ്രോൺ ഫുട്ടേജ് പുള്ളി ആശലമാക്കി പുള്ളി ചെയ്തേക്കുന്ന വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് ഒന്നും തരാമോ? ആൾക്കാരും തരാറില്ല. പക്ഷെ പുള്ളി എനിക്ക് കൃത്യമായിട്ട് അല്ല ആ ഫുട്ടേജ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എന്താ പറയുക, നമുക്ക് വേണ്ട ഈ ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് ആ കാര്യം പുള്ളി ചെയ്തു തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് അറിയാവുന്നവരോടും എല്ലാവരോടും നമുക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്കൊരു വീട് പണിയാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ BP ഡിസൈനുമായിട്ടും സംസാരിച്ച് നോക്ക്. BP സലീമായിട്ടും അത്ര മതി. ഒന്ന് സംസാരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. ബഡ്ജറ്റ് ഒക്കെ വിട്ടേക്ക്. അതെ, അല്ല ഇപ്പം പുള്ളി ബഡ്ജറ്റ് ഇപ്പോൾ കുറച്ചും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ പുള്ളിയുടെ ബഡ്ജറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1950 രൂപ തൊട്ട് പുള്ളി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഫീറ്റിന് 1950 രൂപ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് പുതിയ ഇതായിട്ട് പുള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും പുള്ളി സമീപിച്ച് കഴിഞ്ഞാൽ വീഡിയോ നോക്കാൻ തീർച്ചയായിട്ടും പുള്ളിനെ പറ്റും. അപ്പോൾ അതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ വീണ്ടും എടുത്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ വിളിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ആളെ ഇഷ്ടപ്പെട്ടെന്നും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടെന്നും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.